ആലപ്പുഴ കരുവാറ്റയിൽ 67കാരൻ കൊല്ലപ്പെട്ട ആ ഒരു കേസിൽ 13കാരി 3 തവണ മൊഴി മാറ്റി പറഞ്ഞത് അന്വേഷണത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. പെൺകുട്ടി ആവശ്യപ്പെട്ടതുകൊണ്ടാണ് കൊലപാതകം നടത്തിയത് എന്ന് പിടിയിലായ 3 ആൺകുട്ടികളുടെയും മൊഴി കേസിൽ നിർണായകമാണ്. മൊഴികളിൽ വ്യക്തത വരുത്താൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയും കൗൺസിലറുടെയും സാന്നിധ്യത്തിൽ പെൺകുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കി മൊഴി രേഖപ്പെടുത്തും. സജോ ദേവസിയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സജോ, ഗുഡ് മോർണിംഗ്. ഈ കേസ് എന്താണിപ്പോൾ ഈ കുട്ടി 13കാരി മൊഴിമാറ്റി പറഞ്ഞു എന്ന് പറയുമ്പോൾ അന്വേഷണത്തിന് എത്രത്തോളം വെല്ലുവിളിയാകുന്നുണ്ട്? എന്താണ് നിലവിൽ അന്വേഷണ സംഘം വിലയിരുത്തുന്നത്? നീക്കങ്ങൾ എങ്ങനെയാണ്? ശ്രുതിഷിഹാസ്, ഗുഡ് മോർണിംഗ്. വയോധികൻ കൊല്ലപ്പെട്ട കേസിൽ പോലീസിനെ വട്ടം കറക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം 13കാരി 3 തവണ മൊഴി മാറ്റി പറഞ്ഞു. ആദ്യം ഈ പെൺകുട്ടി പറഞ്ഞ മൊഴി എന്നത് ഈ വയോധികൻ ദുരുദ്ദേശത്തോടു കൂടി ഇടപെടാൻ ശ്രമിച്ചു, ബാഡ് ടച്ചിന് ശ്രമിച്ചു എന്നതായിരുന്നു ആദ്യത്തെ ഒരു മൊഴി. അതിനുശേഷം രണ്ടാമത്തെ മൊഴിയായി പറഞ്ഞത് ഈ സ്വർണം മോഷ്ടിച്ചു, സ്വർണം എടുത്തു, അത് ഈ വയോധികൻ അത് പുറത്തു പറയും എന്ന രൂപത്തിൽ കരുതി. അങ്ങനെ അതിൽ ഭയന്നാണ് ഇത്തരത്തിൽ സുഹൃത്തുക്കളുടെ സഹായം തേടിയത്, അത് കൊലപാതകത്തിലേക്ക് എത്തി എന്നൊരു മൊഴിയുണ്ട്. അതുകൂടാതെയും അങ്ങനെ പല രൂപത്തിൽ മൊഴികൾ മാറ്റി മാറ്റി പറയുന്നു. അപ്പോൾ ഒരു കാര്യത്തിലും ഈ പെൺകുട്ടി ഉറച്ചു നിൽക്കുന്നില്ല. അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. അറിയാവുന്നതുപോലെ ആരോപണ വിധേയരെല്ലാവരും മൈനറാണ്. 4 പേരാണ്. അതായത് ഈ പെൺകുട്ടിയും 3 ആൺകുട്ടികളും, അതായത് 3 സുഹൃത്തുക്കളും, അവർ അങ്ങനെ 4 പേരാണ്. 4 പേരും നിലവിൽ ഒബ്സർവേഷൻ ഹോമിലാണുള്ളത്. അതിൽ വീണ്ടും മൊഴി രേഖപ്പെടുത്താനുള്ള ചുമതല ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർക്കാണ് ചുമതല നൽകിയിരിക്കുന്നത്. അവിടുത്തെ ഒബ്സർവേഷൻ ഹോമിലാണ് പെൺകുട്ടി ഉള്ളത്. ഇതുകൂടാതെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയും കൗൺസിലറുടെയും സാന്നിധ്യത്തിൽ മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു വിശദമായ മൊഴി രേഖപ്പെടുത്തുക. അതിനുശേഷം വീണ്ടും ഈ 3 ആൺകുട്ടികളുടെയും, അതായത് ഇതിൽ ആരോപണ വിധേയരായിട്ടുള്ള അല്ലെങ്കിൽ പ്രതികളായിട്ടുള്ള ഈ ആൺകുട്ടികളുടെയും മൊഴി രേഖപ്പെടുത്തുക എന്നൊരു ശ്രമമാണ്. അതിന് ജുവനൈൽ ജസ്റ്റിസ് കോടതിയിൽ ഇത് സംബന്ധിച്ചൊരു അപേക്ഷ നൽകാനാണ് ഇപ്പോഴത്തെ ഒരു ആലോചനയും തീരുമാനവും. അവരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുക. ആദ്യഘട്ടത്തിൽ ഈ 3 ആൺകുട്ടികളും പോലീസിനോട് പറഞ്ഞ കാര്യം ഈ പെൺകുട്ടി ഇങ്ങനെ ആവശ്യപ്പെട്ടു, അതിന്റെ അടിസ്ഥാനത്തിലുള്ള ആലോചനയും തീരുമാനത്തിന്റെയും ഭാഗമായാണ് ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്തത് എന്ന മൊഴിയായിരുന്നു. അപ്പോൾ അത് കൂടുതൽ വിശദമായ മൊഴി രേഖപ്പെടുത്തുക. എന്താണ് ഇതിലേക്ക് നയിച്ചത്, എന്താണ് പെൺകുട്ടി ഇവരോട് യഥാർത്ഥത്തിൽ പറഞ്ഞത്, അതിന് ആസൂത്രണം ചെയ്തതിന്റെ ഘട്ടങ്ങൾ എന്ന് തുടങ്ങി വിശദമായ പരിശോധനയിലേക്ക് പോവുക എന്നതാണ് സാധ്യമായ ഒരു വഴി. അതിനും ഈ നടപടിക്രമം പാലിക്കണം. കാരണം എല്ലാവരും പ്രായപൂർത്തിയാകാത്തവരാണ്. അപ്പോൾ അതിന് നിലവിലെ നിയമപ്രകാരമുള്ള ചൈൽഡ് റൈറ്റ്സ് ഒക്കെ ഉൾപ്പെടെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമൊക്കെയുള്ള നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമേ അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നതാണ്. പക്ഷെ അതേസമയം ഇത്തരം ഒരു പ്രതിസന്ധി ഈ കാര്യത്തിലുണ്ട്. അപ്പോൾ തുടർന്ന് എന്തെങ്കിലും നിയമപരമായ നടപടി സ്വീകരിക്കണമെങ്കിൽ അക്കാര്യത്തിൽ സമ്പൂർണ്ണമായ വ്യക്തത വരുത്തണം. അപ്പോൾ പെൺകുട്ടി ഏതെങ്കിലും ഒരു മൊഴിയിൽ ഉറച്ചു നിൽക്കണം. അതിനെ സാധൂകരിക്കുന്ന മൊഴികൾ ഈ മറ്റ് 3 ആൺകുട്ടികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. അത് കൃത്യമായി ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം മാത്രമേ മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കാനും കഴിയുകയുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിന് ആവശ്യമായ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ അതായത് ആലപ്പുഴ കരുവാറ്റയിൽ 67 കൊല്ലപ്പെട്ട കേസിലാണ് 13കാരി പലതവണ, അതായത് 3 തവണ മൊഴിമാറ്റി പറഞ്ഞു എന്നുള്ളതാണ്. അത് അന്വേഷണ സംഘത്തിന് വലിയ പ്രതിസന്ധിയാവുകയാണ്, വെല്ലുവിളിയാകുന്നു എന്നുള്ളതാണ്. പെൺകുട്ടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കൊലപാതകം നടത്തിയെന്നാണ് പിടിയിലായ 3 ആൺകുട്ടികൾ മൊഴി നൽകിയിട്ടുള്ളത്. പക്ഷെ അത് കേസിൽ നിർണായകവുമാണ്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. സജോ ദേവസിയാണ് വിശദാംശങ്ങൾ നൽകിയത്.